ഹായ്, നമുക്കിന്നൊരു താലപ്പൊലി കൂടിയാലോ? പരിഞ്ഞാപ്പള്ളി തുറവൂര് ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രമാണ്. ഇവിടെ താലപ്പൊലി ഉണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ പരിഞ്ഞാപ്പള്ളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വാർഷികത്തിനോടനുബന്ധിച്ച് വൈകുന്നേരത്തെ താലപ്പൊലി കൂടാനായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു താലപ്പൊലി അത് വർഷത്തിലൊരിക്കൽ ഞാൻ എടുക്കും. അതായത് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരെയൊക്കെ കാണാനുമൊക്കെ സാധിച്ചു. പിന്നെ താലത്തിലും പങ്കെടുക്കാൻ സാധിച്ചല്ലോ. അങ്ങനെ ചെണ്ടമേളമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. താലം എടുക്കാനുള്ള സമയമായി. ഇങ്ങനെ താലം എങ്ങനെയാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് പോകുന്നതെന്ന് ഇതുവരെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. കാര്യം എപ്പോഴും ഓടിച്ചെന്ന് താലം എടുത്തങ്ങ് കയറി പോവുക ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുറേ ചടങ്ങുകളുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. താലം എടുക്കുന്നതും ആരുടെ വീട്ടിൽ നിന്നാണ് പോകുന്നത്, അവിടുത്തെ പ്രധാന ആൾക്കാർ താലം ഓരോ വെറൈറ്റി താലങ്ങൾ തലയിലെടുത്തിട്ട് പോകുന്നതും പിന്നെ കൂടെ ഇങ്ങനെ ഒരുപാട് പേര് പുറകെ ഇങ്ങനെ പോകുന്നതാണ്. ഞാൻ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ താലം കണ്ടേക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ കുടുംബനാഥയ്ക്കും കൂടെയുള്ളവർക്കൊക്കെ ഇങ്ങനെ തലയിൽ താലം സമർപ്പിച്ച് അങ്ങനെ എടുത്ത് പോവുക ചെയ്യുന്നത്. അങ്ങനെ എനിക്കും കിട്ടി ഒരു പ്ലേറ്റിൽ കുറച്ച് പൂവും തിരിയും ഒക്കെ ആയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് ഞാൻ പോവാണ്. അങ്ങനെ റോഡിൽ കൂടി കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. അമ്പലം എത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ വലത്തുണ്ട്. 3 പ്രാവശ്യം വലത്തിട്ട് താലം സമർപ്പിക്കുകയാണ് നടക്കൽ. ഇവിടെ വന്നപ്പോൾ ഒരു പോസിറ്റീവ് ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും ഒരുപാട് സന്തോഷവും ലഭിച്ചു. എത്ര തിരക്കാണെങ്കിലും ഈ ഒരു ചടങ്ങിൽ ഞാൻ ഓടിയെത്താറുണ്ട്. അതായത് ഞങ്ങളുടെ ഫാമിലിയിലുള്ള ചേച്ചിയും ചേച്ചിയുടെ മോളുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ വൈകുന്നേരത്തെ അത്താഴവും അവിടെ നിന്ന് തന്നെ കഴിച്ചു. പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേജിൽ. കുറച്ച് നേരം അവിടെ ഇരുന്ന് അതെല്ലാം കണ്ടിട്ട് വീട്ടിലേക്ക് പോവുക ചെയ്തത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.